കൊച്ചി കലൂർ സ്റ്റേഡിയത്തിലെ ഗിന്നസ് റെക്കോർഡിന്റെ പേരിൽ നടന്ന കൊച്ചിയിലെ നൃത്ത പരിപാടിക്കിടയിൽ ഉമാ തോമസിന് അപകടം സംഭവിച്ച ഈ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെ ദൃശ്യങ്ങൾ വൈറലായി തന്നെ പ്രചരിക്കുന്നു. അത് കാണുന്ന ഏവർക്കും കൃത്യമായി തന്നെ എന്താണ് ഈ അപകടത്തിന്റെ പിന്നിലെ കാരണമെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന് നിന്ന് തിരിയാൻ പോലും ഇടമില്ലാത്തിടത്താണ് ഇത്രയധികം ആളുകളെ VIP ഗാലറി എന്ന പേരിൽ അവിടെ ഇരുത്തിയിരിക്കുന്നത്. അതുകൂടാതെ കാലിടറി ഉമാ തോമസ് താഴേക്ക് വീഴുമ്പോൾ ഒന്ന് പിടിച്ചു നിൽക്കാൻ പോലും ഒന്നുമില്ലാത്തതിൻ്റെ ഏറെ വേദന തന്നെയാണ് ഇതിലൂടെ വെളിവാകുന്നത്. വേദിയിൽ സ്ഥലമില്ല എന്നുള്ളത് വളരെ വ്യക്തമായി അറിയാൻ കഴിയുന്നുണ്ട്. പിൻനിരയിൽ നിന്ന ഉമാ തോമസ് മുൻനിരയിലേക്ക് വരികയായിരുന്നു. അത് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ലഭിച്ചിരുന്നു. ഏറെ ബുദ്ധിമുട്ടി തന്നെ ആയിരുന്നു അത്രയും ഉയരങ്ങളിലേക്ക് ഉമാ തോമസ് അടക്കം കയറി വന്നത്. ആദ്യം ഒരു കസേരയിൽ ഇരുന്നു, പിന്നീട് ആ കസേര മാറിയിരിക്കുന്നു. നടൻ കൂടിയായിട്ടുള്ള സിജോയ് വർഗീസിന്റെ അഭ്യർത്ഥന പ്രകാരമായിരുന്നു ഇങ്ങനെ മാറിയിരുന്നത്. വേദിയിൽ നിന്നിരുന്ന മറ്റൊരു സ്ത്രീയെ മറികടന്ന് മുന്നിലേക്ക് പോകാനായി ശ്രമിക്കുന്നതിനിടയിലാണ് ഉമാ തോമസിന് കാലിടറി വീഴാൻ പോയ ഉടൻ പിടിച്ചതാകട്ടെ റിബൺ കെട്ടിയ സ്റ്റാൻഡിലായിരുന്നു. റിബൺ കെട്ടിയ സ്റ്റാൻഡിനൊപ്പം MLAയും താഴേക്ക് വീഴുകയാണ്. തൊട്ടടുത്ത കസേരയിലിരുന്ന സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യയും മന്ത്രി സജി ചെറിയാനുമൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. ദൃക്സാക്ഷികൾ തന്നെയാണ്. കമ്മീഷണറാകട്ടെ MLAയെ പിടിക്കാനായി ശ്രമിക്കുന്നു. പക്ഷേ എന്നിട്ട് പോലും വളരെ വേഗത്തിലായിരുന്നു. ഒന്നും തന്നെ ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം. അന്താളിച്ചു നിൽക്കുന്നു. മന്ത്രിയും ADGPയും ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴായിരുന്നു ഈ അപകടം. വലിയ സുരക്ഷാ വീഴ്ചയായി തന്നെയാണ് ഇതിനെ നോക്കി കാണേണ്ടത്. സംഘാടകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് വലിയ അലംഭാവവും അത് ദൃശ്യങ്ങളിലൂടെ തന്നെ വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ഇത്രയും കൺജസ്റ്റഡായ ഞെരിഞ്ഞു നിൽക്കുന്ന ഒരു വേദി നിർമ്മിച്ചു അവിടെ ഒന്നിലധികം ആളുകളെ നിർത്തുന്നു. അവർക്ക് സുരക്ഷിതമായി കടന്നു പോകാനുള്ള വഴിയൊരുക്കുന്നില്ല. അതുകൂടാതെ ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടും അതിനെയൊക്കെ തന്നെ ന്യായീകരിക്കുന്നത് അതാണ് ഏറ്റവും അധികം അപലപനീയമായിട്ടുള്ളത്. സ്റ്റേജ് പരിശോധിച്ച പൊതുമരാമത്ത് വകുപ്പാകട്ടെ റിപ്പോർട്ട് ഇപ്പോൾ പോലീസിന് കൈമാറിയിട്ടുണ്ട്. സ്റ്റേജ് ദുർബലമായി തന്നെ നിർമ്മിച്ചതാണെന്നും സ്റ്റേജിന്റെ മുൻഭാഗത്തിന് ചരിവുണ്ടായിരുന്നു എന്നുകൂടിയാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഇരുമ്പ് കാലുകൾ ഉറപ്പിച്ചിരുന്നത് കോൺക്രീറ്റ് ഇഷ്ടികയ്ക്ക് മുകളിലാണ്. കൈവരികൾ സ്ഥാപിക്കാത്തത് കൊണ്ട് തന്നെ ഈ അപകടത്തിന്റെ ആക്കം വർദ്ധിപ്പിച്ചു. കോൺക്രീറ്റ് കട്ടകൾ പൊടിഞ്ഞു പോകാൻ സാധ്യത പോലും ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ സ്റ്റേജ് പോലും തകരുമായിരുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. മന്ത്രിയുടെ അടക്കൻ ജീവൻ അപകടത്തിലായിരുന്നു എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അശാസ്ത്രീയമായ നിർമ്മാണം തന്നെയാണ് ഇവിടെ നടത്തിയിരിക്കുന്നതെന്നുള്ളത് PWD പോലീസിനെ വ്യക്തമായി തന്നെ അറിയിച്ചിട്ടുണ്ട്. ഈ അപകടവുമായി ബന്ധപ്പെട്ട കേസിൽ 2 പ്രതികൾ ഇന്ന് കീഴടങ്ങിയേക്കുമെന്ന സൂചന ലഭിക്കുന്നുണ്ട്. ഗുരുതരമായ കുറ്റകൃത്യമായി തന്നെയാണ് ഇതിനെ നോക്കി കാണുന്നത്. മൃദംഗ വിഷൻ മുഖ്യ ചുമതലക്കാരൻ കൂടിയായിട്ടുള്ള M നികോഷ് കുമാറും ഓസ്കാർ ഇവന്റ് മാനേജ്മെന്റ് നടത്തിപ്പുകാരനായിട്ടുള്ള ജിനേഷുമാണ് ഇന്ന് കീഴടങ്ങാൻ സാധ്യതയുള്ളത്. ഇവരോട് കീഴടങ്ങാൻ ഹൈക്കോടതി തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് മുൻപ് കീഴടങ്ങിയില്ലെങ്കിൽ പോലീസിന് അറസ്റ്റിലേക്ക് കടക്കാമെന്നും കോടതി തന്നെ ഉത്തരവിടുകയും ചെയ്തു. അതേസമയം ഈ നൃത്ത പരിപാടിയുടെ സംഘാടകരായിട്ടുള്ള മൃദംഗ വിഷന്റെ ബാങ്ക് അക്കൗണ്ട് അടക്കമുള്ള മറ്റ് കാര്യങ്ങൾ മരവിപ്പിച്ചിരിക്കുന്നു. നൃത്ത അധ്യാപകർ പണം കൈമാറിയ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും നടത്തിപ്പോരുകയാണ്. കാരണം ഇതൊരു അപകടം തട്ടിക്കൂട്ട് പരിപാടി എന്നതിലുപരി വലിയൊരു സാമ്പത്തിക കുറ്റകൃത്യമായി തന്നെ എടുത്തു പറയാൻ സാധിക്കും. സാമ്പത്തിക ചൂഷണം അടക്കം ഇവിടെ നടന്നിട്ടുണ്ട് എന്നുള്ള ആരോപണം ശക്തിപ്പെടുകയാണ്.